കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറും ഏറിടും മേന്മ നൽകിയിടും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഈ വാക്കുകൾ ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു സ്പോർട് ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക്. ഈ ദിവസത്തെ മത്സരയാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന ഈ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേരെന്താ? ശ്യാമള അമ്മ എവിടെ നിന്ന് വരുന്നത്? മുഴപ്പിലങ്ങാട് ക്ഷേത്രത്തിന്റെ പരിസരമാണ് വീട്. ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്താണ്. ഇവിടെ പെർളശ്ശേരി അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഇഷ്ടമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഇഷ്ടമാണ്. പേര് അമ്മ. ഓക്കെ. മുഴപ്പിലങ്ങാട് തന്നെയാണ്. ഓക്കെ. പേര് കീർത്തന. എന്താ പഠിക്കുന്നത്? ബിടെക്. എന്താ ട്രേഡ്? ഏതാ? എവിടെയാ? കഴിഞ്ഞല്ല. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാസങ്ങളായ കഴിഞ്ഞിട്ട്? കഴിഞ്ഞ മാസം ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഓക്കെ. പേര്? ജിൻഷ. എന്ത് ചെയ്യുന്നത്? ടീച്ചറാണല്ലേ? ഏത് സ്കൂളിലാ? ജിൻഷ ടീച്ചറെ, നാറാത്ത് UP സ്കൂളിലെ എല്ലാ കുട്ടികളോടും പറയണം, അറിവ് തേടിക്കൊണ്ട് ഞങ്ങളുടെ ഒരു യാത്രയാണ്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കെട്ട കാലഘട്ടത്തിൽ കുട്ടികൾ സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിവാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുട്ടികളുടെ ഇടയിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇടയിലേക്കും വന്നിട്ടുണ്ട്. അവിടെ പ്രായ ചെറുപ്പമില്ലാതെ എല്ലാ ആളുകളുടെയും ഈ മത്സരയാത്ര പോവുകയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. 3 ചോദ്യങ്ങളുണ്ടായിരിക്കും. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആകർഷകമായിട്ടുള്ള ഒരു സമ്മാനം ചാനലിൻ്റെ വക നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിൽ മത്സരാർത്ഥത്തിൽ പങ്കെടുക്കുന്നത് കീർത്തനയല്ലേ? അപ്പോൾ കീർത്തനയൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാം. പക്ഷേ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം കീർത്തന സ്വന്തം പറയേണ്ടിയിരിക്കും. റെഡിയാണല്ലോ? ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ടെൻഷനൊന്നുമില്ലല്ലോ? ഇല്ല. കീർത്തനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവൻ ഏതാണ്? ഇഷ്ടപ്പെട്ട ദേവൻ ഏതാണ്? ശിവനാണ്. അപ്പോൾ ശിവ പാർവതിയുടെ പുത്രനാണ് ഇവിടെ നിങ്ങൾ വന്ന പ്രാർത്ഥിച്ചു പോയ സുബ്രഹ്മണ്യ സ്വാമി അല്ലേ? ഓക്കെ. കീർത്തനേൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം ഏതാണ്? മയിൽ വാഹനാണ്. ഉറപ്പിക്കട്ടെ? മയിൽ എന്ന് പറയുന്ന ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി ഇതേപോലെ ലളിതമായിട്ടുള്ള 2 ചോദ്യങ്ങൾ കൂടി ചോദിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഇതുപോലെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം നിങ്ങളെ ഈ ഫാമിലി തേടി വരുന്നതായിരിക്കും. ക്ഷേത്രക്കുളത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ക്ഷേത്രക്കുളത്തിലേക്ക് പോയി ശേഷമായിരിക്കും അമ്പല ദർശനം നടത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ക്ഷേത്രക്കുളത്തിൽ വെച്ചിട്ട് ഒരുപാട് സിനിമകളും ഗാന ഷൂട്ടിങ്ങുകളും അതുപോലത്തെ ആൽബങ്ങളും റീൽസൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ പറയേണ്ട ഈ ഒരു സംഭവം, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ മലയാള സിനിമയിൽ അഭിനയിച്ച ആ പാട്ട് സീൻ അഭിനയിച്ച നായികയുടെയും നായകൻ്റെയും പേരാണ് പറയേണ്ടത്. ആ പാട്ട് ഞാൻ പറയാം. ഓ സൈനിബ എന്ന് പറയുന്ന പാട്ട് സീനിൽ ആരാണ് നായിക നായകന്മാരായിട്ട് ഈ ക്ഷേത്രക്കുളത്തിൽ പാടി അഭിനയിച്ചത് എന്നാണ് എൻ്റെ 2ാമത്തെ ചോദ്യം. അതിൽ ഒരാൾ ശരിയാണ്. ജയറാം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. സിനിമ അമൃതം എന്ന് പറയുന്ന സിനിമയാണ്. പത്മപ്രിയ. ഉറപ്പിക്കട്ടെ? ടീച്ചർ പറഞ്ഞത് ഞാൻ ഉറപ്പിക്കട്ടെ? ഇനി കീർത്തനാണ് ആൻസർ ആയിട്ട് പറയുന്നത്. പത്മപ്രിയ എന്നുള്ള ഉത്തരം പറയാൻ ഒത്തിരി സമയം എടുത്തെങ്കിൽ പോലും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. ഇനി ഇതുപോലെ സമയങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. 3ാമത്തെ ചോദ്യം സമ്മാനത്തിനുള്ള ചോദ്യമാണ്. അതിനിടെ നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങൾ, ഇത് കൂടാതെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം നടത്താറുണ്ട്? വിഷ്ണു ക്ഷേത്രം ഇവിടെ തന്നെ. ഓക്കെ. അല്ല, പെർളശ്ശേരി അല്ലാതെ പറശ്ശിനിക്കട മുത്തപ്പൻ, മാമാനത്തമ്മം, തിരുക്കൂർ മാമാനത്തമ്പലം, മട്ടന്നൂർ അല്ലേ? എവിടെയാ പോയത്? ഇവിടേക്ക് തന്നെയാണ്. പക്ഷേ ഓരോ സ്ഥലത്ത് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയായിരിക്കും. പറശ്ശിനിക്കടവിലാണെങ്കിലും മുത്തപ്പന്റെ പ്രതിഷ്ഠയായിരിക്കും. മൃദംഗ ശരീരത്തിൽ ആരുടെ പ്രതിഷ്ഠയാ? ശിവന്റെ പ്രതിഷ്ഠ ആണോ?
ദേവിയുടെ പ്രതിഷ്ഠയല്ലേ. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ മൂർത്തികളാണ് ഉണ്ടാവുക. നിങ്ങളോടുള്ള സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ഉത്തരത്തിലേക്ക് എത്തണം. ഒഡീഷയിലെ സംബൽപൂർ എന്ന് പറയുന്ന ജില്ലയിലെ ബട്ടാര എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി ആരാണ്? ബുദ്ധൻ. ബട്ടാര കേൾക്കുമ്പോൾ ബുദ്ധനെ പോലെ തോന്നുന്നുണ്ട്. ഉറപ്പിക്കട്ടെ, ബുദ്ധൻ എന്ന് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുകയാണ് ചാനലിന്റെ വകയുള്ള. ബട്ടാര എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾ പറയുന്ന ബുദ്ധൻ എന്ന് പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മുടെ ഈ വൈജ്ഞാനിക യാത്രയിൽ നിന്നും വിട ചോദിക്കേണ്ടി വരും. ഏതായാലും നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചേ പറ്റൂ അല്ലേ? കീർത്തന പറയുന്ന ഉത്തരം ഈ ബുദ്ധൻ എന്ന് പറയുന്നത് ഉറപ്പിക്കട്ടെ. അമ്മമാർക്ക് എന്താ തോന്നുന്നത്? ഉറപ്പിക്കാന്ന് പറഞ്ഞ ഇത്തരം എന്താ പറയുന്നത്? ഉറപ്പിക്കാം. അപ്പൊ മത്സരാർത്ഥി കീർത്തന പറഞ്ഞത് ബുദ്ധൻ എന്നുള്ള ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് പറഞ്ഞ കപിലവസ്തുവിലെ ലുംബിനി എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ച, പിന്നീട് 30 ദിവസത്തെ ഡീപ് മെഡിറ്റേഷന് ശേഷം ആ സിദ്ധാർത്ഥ രാജകുമാരൻ മരിക്കും. സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ മരിച്ചതിന് ശേഷം ശ്രീബുദ്ധനായിട്ട് എൻലൈറ്റ്മെന്റ് ചെയ്ത ആ വ്യക്തി ബുദ്ധൻ എന്ന് പറയുന്ന ഉത്തരം തെറ്റായ ഉത്തരമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ട് വൈശ്യ വിഭാഗത്തിൽ ബനി സമുദായത്തിൽ കീർത്തി മന്ദിർ എന്ന് പറയുന്ന കുടുംബ വീട്ടിൽ ജനിച്ച് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച മഹാത്മാഗാന്ധി എന്നതാണ് അതിന് ശരിയായ ഉത്തരം. ഗാന്ധിജിയുടെ പേരിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഗാന്ധിജിക്ക് വേണ്ടി ആദ്യമായിട്ട് ക്ഷേത്രം പണി കഴിപ്പിച്ച ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അവിടുത്തെ ആരാധനാമൂർത്തി ഗാന്ധിജിയാണ്. ഏതായാലും വളരെ നന്നായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ മത്സരയാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും ഒക്കെ പറയുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അറിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്കും അല്ലാത്തതും ഉപകരിക്കുന്നതാണെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്പോട്ട് മീഡിയയുടെ ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. കൂടുതൽ വാശിയേറിയ ചോദ്യങ്ങളും നല്ല നല്ല മത്സരാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഈ ദിവസം നിങ്ങളോട് ഞാൻ യാത്ര ചോദിക്കുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രം PV പ്രശാന്ത്.